സംസ്ഥാനത്തെ പെൻഷൻ തട്ടിപ്പിൽ നടപടി. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഈ നടപടിക്ക് പിന്നിലുള്ള അടിസ്ഥാനം? ആരൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എത്തിയിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യ നടപടി എന്ന വണ്ണം കൃഷി വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനുള്ള ഒരു ഉത്തരവ് കൂടി നൽകിയിട്ടുണ്ട്. നടപടി കൃഷി മന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ അത് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു. അതായത് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. നിരവധി സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർ തന്നെ, അതായത് BMW കാർ സ്വന്തമായുള്ളവർ, ശീതീകരിച്ച മുറികളിൽ താമസിക്കുന്നവർ, അതോടൊപ്പം 2500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകളുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകളാണ് തുച്ഛമായ ക്ഷേമ പെൻഷൻ, അതായത് ക്ഷേമ പെൻഷൻ അർഹിക്കുന്ന ആളുകൾക്ക് പോലും പലതവണ കിട്ടാതിരിക്കുമ്പോൾ 1 വർഷമായി വരെ മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. ആ സാഹചര്യത്തിൽ പോലും ഈ പണമെല്ലാം കൈപ്പറ്റുന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നു. സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട ആലോചനയിലായിരുന്നു. അതിന്റെ ആദ്യ പടി എന്നോളം കൃഷി വകുപ്പിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ഇത് കണ്ടെത്തി ഉടനെ കർശന നടപടി എടുക്കണമെന്നുള്ളൊരു ഉത്തരവ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ 6 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ നൽകാനും ഉത്തരവായിട്ടുണ്ട്. ശരി വിഷ്ണു.